ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പൈപ്പിൽ കൂടാതെ വേറെ ഒരുപാട് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ചെറ പറന്ന് കൊണ്ടുപോയി ടീം ഇടാത്ത ഞാൻ ഈ പറയുന്ന കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ടീം ഇടുകയാണെങ്കിൽ നിങ്ങളിടുന്ന ടീം കുറച്ചുകൂടെ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ടിപ്പും ട്രിക്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെറിയൊരു വീഡിയോ ആണ്, ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് പറഞ്ഞുതരാം. സോ അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ പ്രിവ്യൂ അല്ല, നമ്മൾ ആ ഒരു ടിപ്പിലോട്ട് വരാം. ഇപ്പോൾ ഒരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. എന്താ ഈ മത്സരത്തിൻ്റെ പേര്? അബുദാബി T20 ആണ്, വുമൻസിൻ്റെ ആണ്. സോ നമുക്കിവിടെ ടീമിലോട്ട് വരാം. ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു എക്സ്പെക്റ്റഡ് ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇവർ കളിക്കാൻ ചാൻസ് ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം അക്യുറേറ്റ് ആയിരിക്കും, ഒരു 80%ഓളം. ബാക്കിയൊക്കെ ടീമിൻ്റെ ഡിസിഷൻ കൂടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലെയേഴ്സിന് ഇവിടെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു പ്ലെയറിനെ എടുക്കുന്ന സമയത്ത് അവരുടെ ഈ ഒരു പ്രൊഫൈൽ നമുക്ക് തൊട്ട് നോക്കാം. ഈ പ്രൊഫൈൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്രീം ടീമിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോർ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ റീസെൻറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ബൗളിംഗ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും. ചില മത്സരങ്ങളിൽ ഇങ്ങനെയാണ്, ബാറ്റിങ്ങിൽ ലിസ്റ്റിൽ കിടക്കുന്ന ആൾ ബൗളിംഗ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലെയറിനെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തൊരു പ്ലെയറിലോട്ട് നോക്കുന്ന സമയത്ത് 19% ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു 65% മുകളിലുള്ള അവരെ നോക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഓൾറൗണ്ടേഴ്സിലോട്ട് വരുന്ന സമയത്ത് ബാറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഗ്രാൻഡിനർ പുള്ളിയുണ്ട്. പുള്ളി റീസെൻ്റായിട്ട് എല്ലാ മത്സരങ്ങളിലും ഡ്രീം ടീമിൽ കയറിയിട്ടുണ്ട്. ബൗളിംഗ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. മോർ ഡീറ്റെയിൽസിൽ പോയപ്പോൾ പുള്ളിക്കാർ ബാറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കണം. പക്ഷേ കഴിഞ്ഞ മത്സരം 4 ഓവർ ബോളിംഗ് ചെയ്ത് 2 വിക്കറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരി ബോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പുള്ളി എന്തായാലും നമ്മളെടുത്തു. അതുപോലെ തന്നെ രണ്ടാമതൊരു പ്ലെയർ ഉണ്ട്. ഇവരുടെ പേരൊന്നും വായിക്കാൻ കിട്ടുന്നില്ല, അപ്പോൾ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് പേരൊന്നും വായിക്കുന്നില്ല. ഈ ഒരു മൂറിൽ പോയപ്പോൾ ഈ പുള്ളിക്കാർ ബാറ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബോളിംഗ് ചെയ്യുന്നില്ല. പക്ഷേ ലാസ്റ്റ് കളിച്ച മത്സരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് റൺസും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് പുള്ളി ഒരു 83% പിക്ക് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അൺപിക്ക് ചെയ്തതിന് നമുക്ക് കുറച്ച് റിസ്ക് കൂടും. സോ അവർ നമുക്ക് വേണം നമ്മുടെ ടീമിലോട്ട്. പിന്നെ അടുത്തൊരാളെ എടുക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരിയാണെങ്കിൽ നല്ല രീതിയിൽ പോയിൻറ്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിയാണെങ്കിലും ബോളിംഗ് ചെയ്തിട്ടില്ല, ബാറ്റിംഗ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി നമ്മളെടുത്തു. അപ്പോൾ 3 പേരായല്ലോ. പിന്നെ അതിന് താഴത്തുള്ളതൊക്കെ 65-65% താഴെയാണ്. പിന്നെ ഇതവിടെ ഒരു പുള്ളിക്കാരിയുണ്ട്. പുള്ളി എന്തായാലും ഓൾറൗണ്ടിലാണ്. സോ ബാറ്റിംഗ് ബോളിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും. ലാസ്റ്റ് മത്സരം ബോൾ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ചില സമയങ്ങളിൽ ഇവർ ലിസ്റ്റ് കാണാത്തത് കൂടെ ബോൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു മത്സരം മാത്രം നോക്കി നിങ്ങൾ എടുത്തേണ്ട. അതിന് മുന്നത്തെ മത്സരം ചിലപ്പോൾ ബോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ആ 2 ബോളേഴ്സിനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തുള്ള പ്ലെയറും ബോൾ ചെയ്യുന്നതാണ്. പിന്നെ അടുത്തൊരു പ്ലെയറിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബോളിങ്ങിലോട്ട് വന്നതിനാൽ തീർച്ചയായിട്ടും അവരെന്തായാലും ബോളിംഗ് ചെയ്യുന്ന അറിയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിച്ച് നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും. ബാറ്റിംഗ് ഗുഡ് ഫോർ പേസ്, ആവറേജ് റൺസ് 157 ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ ഒരു പിച്ചിനെ പറ്റി കാണാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ 2 ടീമിൻ്റെയും ഒരു അനാലിസിസ് കാര്യങ്ങളൊക്കെ, റീസെൻറ്റ് മാച്ചസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ റെഡ് കളറിൽ കാണുന്ന ടീം 2 പ്രാവശ്യം തോറ്റിരിക്കുകയാണ്. മറ്റേ ടീമാണെങ്കിൽ ഒരു മത്സരം വിൻ ചെയ്തു, ഒരെണ്ണം ലോസുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും റെഡ് കളറുള്ള കുറച്ച് തോക്കാൻ ചാൻസ് ഉള്ള ഒരു ടീമാണ് എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ബോളേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ബോളേഴ്സിനെ കാണാൻ പറ്റുമല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ 2 ടീമിൽ നിന്ന് അത്യാവശ്യം ബോളേഴ്സ് വേണം. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടീമിൽ നിന്ന് അത്യാവശ്യം ബോളിംഗ് ചെയ്യുന്ന 3 പേരുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ESS എന്ന് പറഞ്ഞ ആ ഒരു ടീമിൽ നിന്നാണ് ബോളേഴ്സ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ടീമിൽ ഫാസ്റ്റ് ബോളേഴ്സായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മുർണോ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളിയാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. നല്ല ടീമിലും കയറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ഫാസ്റ്റ് ബോളർ വേണം. അപ്പോൾ ഫാസ്റ്റ് ബോളറും വേണം. ഓൾറൗണ്ടർ ലിസ്റ്റിലുമാണ് ഈ പുള്ളിക്കാരി കിടക്കുന്നത്. ഈ പുള്ളിക്കാരി ബോൾ ചെയ്തിട്ടുണ്ടോ ലാസ്റ്റ് ഒരു മത്സരം, അല്ലെങ്കിൽ അതിന് മുന്നേ കളിച്ച മത്സരം ബോൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. 4 ഓവറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിയെ നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലുമാണ്, ബോളിങ്ങും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിന്ധു എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. ഐ തിങ്ക് ഷീസ് ഇംഗ്ലണ്ട് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി ബോൾ ചെയ്തിട്ടുണ്ടോ നോക്കാം. 2 ഓവേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിസ്ക്കാണ്, നമുക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 ബോളേഴ്സിനെ നമ്മൾ ഓൾറെഡി എടുത്തു. ഇനി നമുക്ക് ഇവിടെ ആരെയും എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഏറ്റവും കുറച്ച് കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ആരെങ്കിലുമൊക്കെ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഈ എസ്മൈൽ ഈ പുള്ളി എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബോളിംഗ് കൂടെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് കൂടെ നമുക്ക് നോക്കാം. അടുത്ത സംഭവം ക്രെഡിറ്റ് നമുക്ക് പരിഗണിക്കാം. ഇവിടെ 8 ക്രെഡിറ്റ്, 7 ക്രെഡിറ്റ്, 8 ക്രെഡിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഈ ക്രെഡിറ്റ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് അവരുടെ ഒരു അനാലിസിസ് കാര്യം പോലെ നടത്താം. ഇപ്പോൾ 8 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ കാരണം ആ പുള്ളിക്കാർ നല്ല രീതിയിൽ നല്ല പ്ലെയർ ആയിരിക്കും എന്നറിയാം. സോ അപ്പോൾ ആ പുള്ളിക്കാരെയും കൂടെ നമ്മൾ ചൂസ് ചെയ്ത് അപ്പോൾ നമ്മുടെ ടീം ഇവിടെ ഫിനിഷായി. ഇനി ഇതിൽ ക്യാപ്റ്റൻ VC ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രാൻഡറിൻ്റെ കാര്യം നോക്കിയപ്പോൾ ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യേണ്ട റീസൺ നല്ല പെർഫോമൻസാണ്, നല്ല ഒരു ഹൈ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ആരെ കൊടുക്കാൻ നമ്മുടെ ഒരു തന്നെയാണല്ലോ അല്ലേ. നമ്മൾ ആ ഒരു ടീം അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്ത് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി ഏത് ടീമാണ് കുറച്ച് വിൻ ചെയ്യാൻ ചാൻസ്. അപ്പോൾ ഈ സുറു എന്ന് പറഞ്ഞ ടീമാണ് കുറച്ചുകൂടെ വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ 2 പേരാണ് നമുക്കിപ്പോൾ കുറച്ച് വെല്ലുവിളിയായിട്ടുള്ളത്. ഈ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ടതും അതുപോലെ തന്നെ ഡേവിഡ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഡേവിഡ്സൺ റിച്ചാർഡ്സൺ അങ്ങനെ എന്തൊക്കെയാണ് ആ പുള്ളിയുടെ പേര്, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ആ പ്ലെയറിനെ അറിയാം. അപ്പോൾ ഇവർ 2 പേരുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ടോപ്പ് ഓർഡർ വരുന്നത് മറ്റേ ഫ്രാങ്ക്ലിൻ ആ പുള്ളിക്കാരിയാണ്, മറ്റേത് ഡേവിഡ്സണാണ് തേർഡ് വരുന്നത്. സോ തേർഡ് വരുന്ന ആളെ കൊടുക്കാം. കാരണം ഫസ്റ്റ് നിൽക്കുന്ന ആൾ എന്തായാലും ബാറ്റ് ചെയ്ത് നല്ല സ്കോർ ചെയ്യില്ല. പിന്നെ 1 ഡൗൺ ആയിട്ട് ഇറങ്ങുന്ന ആൾ കുറച്ച് നന്നായി കളിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പുള്ളിക്കാരി നമ്മൾ വൈസ് ക്യാപ്റ്റൻ കൊടുത്തു. നമ്മുടെ ടീം ഇവിടെ സെറ്റായി. നമ്മളൊരു സിമ്പിളായിട്ടൊരു സൂപ്പർ ടീം ഇട്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാം. നമ്മൾ ഇങ്ങനെ ടീമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെറിയ കോൺടെസ്റ്റുകളൊക്കെ ജോയിൻ ചെയ്ത് കുറച്ച് പ്രോഫിറ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ 19 രൂപയുടെ കോൺടെസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ, ജോയിനായി. കണ്ടില്ലേ, സിമ്പിളായി, ഇത്രയേ ഉള്ളൂ. പരിപാടി സിമ്പിളാണ്. നമ്മളൊരു ടീം സിമ്പിളായിട്ടൊരു 6 മിനിറ്റ് കൊണ്ടൊരു ടീം ഉണ്ടാക്കിയില്ല. ഞാനിത് മെല്ലെ കഥ പോലെ പറഞ്ഞുകൊണ്ട് എത്ര നേരമായത്, ഇല്ലെങ്കിൽ ഇതിലും പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയേനെ. സിമ്പിളായിട്ടൊരു ടീം ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് മാച്ച് നോക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടൊരു ടീം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.